അപ്പോൾ ഞങ്ങളെ പുതിയ മെമ്പറെ കൊണ്ടുവരാൻ പോവാട്ടോ ഞാൻ. അപ്പോൾ 2 ദിവസമായി ഫ്രൈഡേ ആണ് പ്രസവിച്ചത്. അപ്പോൾ ഇന്ന് അവരെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്, അവരെ എടുത്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങളെ കുടുംബത്തേക്ക് ഒരാളും കൂടി വന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചെന്നല്ലോ. അപ്പോൾ ഇത് കുറച്ച് വീഡിയോസും കൂടി, അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നേരം വെളുക്കുമ്പോൾ തന്നെ രാവിലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിന് വേദന ഇളകിയിട്ട് ഞങ്ങളതൊക്കെ നിംസിലുണ്ട് കേട്ടോ. അപ്പോൾ നിംസിൽ ലേബർ റൂമിൻ്റെ മുന്നിലാണ് ഇപ്പോഴത്തെ കാത്തിരിപ്പൊന്നും, ഡ്യൂട്ടിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ രാവിലെ 6:30ക്കാണ് താത്ത വിളിക്കുന്നത്, വേദന ഉണ്ട് വാ എന്ന് പറഞ്ഞാണ്ട്. അപ്പോൾ അതാ ഞാനും അവരെ മക്കളും അവരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലേബർ റൂമൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ലേബർ റൂമിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഒരു അതിഥിയും കൂടി, ഞങ്ങൾ പനയൻതൊടിയിൽ ഒരു അതിഥിയും കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ അതാ കേസ് അങ്ങനെ കുറച്ച് നേരമായപ്പോൾ തന്നെ കുറേ ആൾക്കാർ, അവരെ അമ്മയും നാത്തുമാരെല്ലാവരും എത്തിയിട്ടോ. പിന്നെ ഈ ലേബർ റൂമിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ കുറേ മിഠായിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരാൾ പ്രസവിക്കുമ്പോഴും പല ആൾക്കാരും പല മിഠായി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കലാണ്, കുറേ നേരമായി ഇവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരാൾ 1-2 ആൾക്കാർ അപ്പോൾ അവിടുന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞാണ്ട് വിളിച്ചു. അപ്പോൾ അവരൊക്കെ മിഠായി, അവരെ മക്കളും മിഠായിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ കേസ് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങളും അഡ്മിറ്റ് ആക്കിയതിന് ശേഷം വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ വേറൊരാളും കൂടി പ്രസവിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് മുട്ടയൊക്കെ ഇട്ടിട്ടോ. ഫൈനലി ഇതാ ഞങ്ങളെ രാജകുമാരി അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞങ്ങൾക്കൊരു മെമ്പറും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്, അവരെ വീട്ടുകാരൂരൊക്കെ. ഇക്കൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ബാങ്ക് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ ഇക്കൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് കേട്ടോ. അപ്പോൾ ഇക്കൻ്റെ ജ്യേഷ്ഠനാണ് ബാങ്ക് വിളിക്കുകയാണ്. താത്ത മുട്ടായി കൊടുക്കണം എല്ലാവർക്കും. അപ്പം അങ്ങനെ പഴയ വീഡിയോസും ആ പ്രസവത്തിൻ്റെ അന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിന്ന് അവരെ കൊണ്ടുവരാൻ പോകണം. ഇന്ന് ബാക്കിയുള്ളത് അവരെ കൊണ്ടുവരാൻ പോകുന്ന വീഡിയോസാട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കുട്ടനെയും കൊണ്ട് വരാൻ പോവാണ് കേട്ടോ ഇൻഷാ അല്ലാ. മിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഹോസ്പിറ്റലിലേക്ക് രാവിലെ ഈ റൂട്ടിൽ പോയ അവസ്ഥ എനിക്ക് അറിയുള്ളൂ. 100-110 സ്പീഡിൽ ഞാൻ താത്താനും വെച്ച് 5-10 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു. കാരണം നല്ല വേദനയാണ്. 37 പറയാതെ നിന്നതാണ്. രാത്രി വേദന ഇളകിയിട്ട് വേദന വന്നിട്ട് എന്നെ വിളിക്കണ്ടേന്ന് കരുതിയിട്ട് മടിച്ച് നിന്നിട്ട് രാവിലെ 6:30-7 മണിക്കാണ് വിളിക്കുന്നത്. അപ്പോൾ നല്ല വേദന വന്നിട്ടുണ്ട്, കുട്ടി ഇറങ്ങി തുടങ്ങിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ 6:30-7 മണിയൊക്കെ ആകുമ്പോൾ ആ സമയം വലിയ തിരക്കില്ലല്ലോ. ഞാൻ ഈ റൂട്ടിൽ കൂടെ 100-110 സ്പീഡിൽ, അല്ലാ എങ്ങനെയാണ് അവിടെ എത്തിയത് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് അന്ന് ഹോസ്പിറ്റലിൽ എത്തിയത് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ എത്തിയൊക്കെ തന്നെ ലാബ് റൂമിൽ കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുട്ടി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി അഡ്മിറ്റ് ആക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന് അൽഹംദുലില്ലാ പഠിച്ചവനോട് താങ്ക്സും ഒരുപാട് നന്ദി പറയണം. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ആംബുലൻസ് ആംബുലൻസ് വണ്ടി വരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ആംബുലൻസിൽ പോകാനും ഇങ്ങനെ എമർജൻസി സിറ്റുവേഷനിൽ ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഇതാക്കാത്തതുകൊണ്ടാണ്. പിന്നെ ലേഡീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാക്കാറ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എനിക്ക് ആംബുലൻസിൽ കയറണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. പക്ഷെ അത് നടക്കുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെതാ ഞാനവിടെ എത്താനായിട്ടോ. ഇനി വെയിറ്റ് ചെയ്ത് അവരവിടെ നിൽക്കുകയാണ്. അവിടെ കയറിയാണ്ട് നേരെ എടുത്ത് പോരുക. ഓക്കെ, അപ്പോൾ ഞങ്ങളെ ചെറിയ രാജകുമാരിനെയും കൊണ്ട് ഞങ്ങൾ വരാം. അപ്പോൾ അവിടുന്ന് ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങൾ ബാക്കി കാണിച്ചു തരാം. അങ്ങനെ കേസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അവരെയും വെയിറ്റ് ചെയ്ത് ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. വെൽക്കം 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 കയറ്. വെൽക്കം. പൂവൊന്നുമില്ലേ? അതിൻ്റെ മുഖം മൂടണടി. പൂവൊന്നുമില്ലേ? പൂവും വെക്കൊന്നുമില്ല. അപ്പോൾ അൽഹംദുലില്ലാ ഫൈനലി ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. കുട്ടീനെയൊക്കെ ഇവിടെ കിടത്തി റെഡി ആക്കുന്നുണ്ട്. കുട്ടീൻ്റെ താത്തേട്ടോ വലിയ താത്തയാണ് റെഡി ആക്കുന്നത്. അപ്പം വരുന്നവർക്കൊക്കെ മുട്ടായും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. കുട്ടീനെ കാണാൻ വരുന്ന എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.